ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം. അതോടൊപ്പം തന്നെ സ്വർഗത്തിലെ ദേവാലയത്തെ കുറിച്ചുള്ള വാക്യങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. യെശയ്യാ 65-66 കൂടാതെ വെളിപ്പാട് 21-22 പരാമർശിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയെയും കുറിച്ചാണ് ഇന്ന് പറയുന്നത്. എപ്പോഴാണ് പുതിയ ആകാശം പുതിയ ഭൂമി വന്നത് എന്നുള്ളതിനെ കുറിച്ച് ആദ്യം ഒന്ന് നോക്കാം. 2 പത്രോസ് 3 പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചും പറയുന്നുണ്ട്. അവിടെ പൗലോസ്ലീഹ പറയുന്നത്, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ഇവിടെ നമ്മുടെ അടുത്ത് പത്രോസ്ലീഹ പറയുന്നത്, അതായത് കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നത് കർത്താവ് ഭരിക്കുന്ന 1000 വർഷം അല്ലെങ്കിൽ മില്ലിയൽ കിങ്ഡത്തെ കുറിച്ചാണ്. ആ മില്ലിയൽ കിങ്ഡം വരുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ വരുന്നതിന് മുമ്പ് കള്ളനെ പോലെ, അല്ലെങ്കിൽ ആ ദിവസം കള്ളനെ പോലെ വരുമെന്നും അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്നും മൂലപദാർത്ഥങ്ങൾ കത്തിയെഴുകയും ഭൂമിയും അതിലുള്ള പണികൾ വെന്തുപോവുകയും ചെയ്യുമെന്നുമാണ് പത്രോസ്ലീഹ ഇവിടെ പറയുന്നത്. അപ്പൊ അവിടെ ഒരു പോയിന്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാനുള്ളത്, അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ 7 മുദ്രകൾ തുറക്കുന്നതിനെ കുറിച്ചും അതോടൊപ്പം തന്നെ കാഹളങ്ങൾ നടക്കുന്നതിനെ കുറിച്ചും 7 ക്രോധകലശത്തെ കുറിച്ചും ഒക്കെ വായിക്കുമ്പോൾ ഇവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അവിടെ വെളിപ്പാടിൽ അന്ന് സംഭവിച്ചത്, അല്ലെങ്കിൽ AD 70-നോടനുബന്ധിച്ച് ഉണ്ടായ കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇവയൊക്കെയും അഴിയുവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതായത് പത്രോസ്ലീഹ പറഞ്ഞിരുന്നു, മുൻപത്തെ ഭൂമിയും മുൻപത്തെ ആകാശവും ന്യായവിധിക്കായിട്ട് കാത്തുവെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ള അവരുടെ കാത്തിരിപ്പെന്ന് പറയുന്നത് നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, വെളിപ്പാട് 7 മുദ്രകൾ, 7 ക്രോധകലശങ്ങൾ, 7 കാഹളങ്ങൾ, 7 ക്രോധകലശങ്ങളൊക്കെ നടക്കുമ്പോൾ ഭൂമിയിൽ ന്യായം വിധിക്കുകയും, അല്ലെങ്കിൽ അതിന് മുൻപുണ്ടായിരുന്ന ഭൂമി മാറി ദൈവം ഭൂമിയെ പുതുക്കുന്നതായിട്ട്, അല്ലെങ്കിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടെ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം പത്രോസ്ലീഹ അവിടെ പറയുന്നത് എത്രമാത്രം നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ ഈ ഒരു വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അന്നത്തെ പുതിയ ആകാശം പുതിയ ഭൂമി വരുന്നത് പോലെ തന്നെ അതിന്റെ ഒരു ആവർത്തനമാണ് ലിറ്റിൽ സീസന്റെ അവസാനം, അതായത് ന്യായവിധിക്കും ശേഷം എറ്റേണലായിട്ട് മനുഷ്യർക്ക് ജീവിക്കുവാൻ പറ്റുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം ഇനിയും സൃഷ്ടിക്കുന്നത്. അപ്പം വെളിപ്പാട് 21-22 പറഞ്ഞിരിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമി ഫൈനൽ ജഡ്ജ്മെന്റിന് ശേഷമുള്ളതാണ്. യെശയ്യാവിൽ പറഞ്ഞിരിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമി രണ്ടാമത്തെ പ്രത്യക്ഷത, അല്ലെങ്കിൽ AD 70 അന്ന് വന്നതിന് ശേഷം ദൈവത്തിന്റെ കിങ്ഡം തുടങ്ങുന്ന സമയത്ത് ദൈവം ഭൂമിയെയും ആകാശത്തെയും പുതുക്കിയതിനെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. 6-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ സൂര്യൻ കരിമ്പടം പോലെ ഇരുണ്ടു, ചന്ദ്രൻ രക്തനിറമായി, ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ വീണു മുതലായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് പഴയ നിയമത്തിലുടനീളം യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ള കുറെ വാക്യങ്ങളുണ്ട്. കൂടാതെ യെശയ്യാ 13, യെശയ്യാ 24 ഒക്കെ വായിച്ചാൽ അന്ന് ഭൂമിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം ഇതിന് ശേഷമാണ് പുതിയ ആകാശം പുതിയ ഭൂമി വരുന്നത്, അല്ലെങ്കിൽ AD 70 ദൈവം ഭൂമിയെ ന്യായം വിധിക്കുന്നതിന് ശേഷമാണ് യെശയ്യാ 65-66 പറയുന്ന പുതിയ ആകാശവും പുതിയ ഭൂമി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 7-ാമത്തെ ക്രോധകലശം വായിച്ചാൽ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭൂമിയുലുക്കം അന്നുണ്ടായി എന്നുള്ളതും, അതോടൊപ്പം തന്നെ അന്ന് പല ജാതികളുടെ നഗരങ്ങളൊക്കെയും വീണു. കൂടാതെ ദ ഗ്രേറ്റ് സിറ്റി, മഹാനഗരം എന്ന് പറയുന്നത് അന്നത്തെ ഇസ്രായേൽ ഉണ്ടായിരുന്ന യെരൂശലേമിനെ കുറിച്ചാണ്. അതിന്റെ കാര്യവും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷമായിരിക്കണം ഒരുപക്ഷെ ഇത്രമാത്രം കോണ്ടിനൻസ് ഒക്കെ ഉണ്ടായത് എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. AD 70 കർത്താവ് വന്നതിന് ശേഷം മില്ലിയൽ കിങ്ഡം തുടങ്ങിയ സമയത്തുള്ള പുതിയ ആകാശം പുതിയ ഭൂമിയെ കുറിച്ചുള്ള വാക്യങ്ങളാണ് യെശയ്യാ 65-66 എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ ദൈവം പറയുകയാണ്, ഇതാ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ ലോകം മൊത്തം സന്തോഷപ്രദമായിട്ടും, അല്ലെങ്കിൽ മനുഷ്യരുടെ ആയുസ് വളരെയധികം കൂടുന്ന വൃക്ഷങ്ങളുടെ കൂട്ട് ആയുസ് എന്നാണ് യെശയ്യാ 65-66 പറയുന്നത്. അതായത് നമ്മൾ ഉൽപ്പത്തി പുസ്തകവുമായിട്ട് നോക്കുമ്പോൾ ആദ്യമേ മനുഷ്യർ എറ്റേണൽ ആയിരുന്നു. അതിനുശേഷം മനുഷ്യർ പാപം ചെയ്തപ്പോൾ അവരുടെ ആയുസ് 1000 വർഷത്തിൽ താഴെയായി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് വൃക്ഷങ്ങളുടെ ആയുസ് പോലെയാണ്. പിന്നീട് മനുഷ്യർ പിന്നെയും പാപം ചെയ്തപ്പോൾ ദൈവം 120 അല്ലെങ്കിൽ 120 സംവത്സരം എന്നുള്ളൊരു ലിമിറ്റ്
ഉൽപ്പത്തി 6 കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനുശേഷം അതായത് പുതിയ ആകാശം പുതിയ ഭൂമി AD 70 വരുമ്പോൾ പിന്നെയും മനുഷ്യരുടെ ആയുസ് വൃക്ഷങ്ങളുടെ കൂട്ടും. ഇനി ഫൈനൽ ജഡ്ജ്മെന്റിന് ശേഷം അവർ മനുഷ്യർ പിന്നെയും എറ്റേണൽ ആവുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം അവസാനത്തെ ശത്രുവായ മരണത്തെ അല്ലെങ്കിൽ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ ഇടുന്നു എന്നുള്ളതിന് ശേഷം ഭൂമിയിൽ മരണമില്ല എന്നുള്ളതാണ് വെളിപ്പാട് 21, 22 വായിച്ചാലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. മില്ലിനിയൽ കിങ്ഡം നടന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ യഹോവയുടെ ഒരു ദിവസം ആയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും, മുന്തിരിത്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. കൂടാതെ താഴേക്ക് വരികയാണെങ്കിൽ അവരുടെ അധ്വാനം വൃഥ ആവുകയില്ല, അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. കൂടാതെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഏദനിൽ വെച്ച് അവർക്കുണ്ടായിരുന്ന ശാപങ്ങളൊക്കെ ആ ഒരു മില്ലിനിയൽ കിങ്ഡം സമയത്ത് ഇല്ലാതിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അതായത് വൃഥ അധ്വാനിക്കുക, അതോടൊപ്പം തന്നെ വേദനയോടെ പ്രസവിക്കുക എന്നുള്ളതൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. അത് മില്ലിനിയൽ കിങ്ഡം സമയത്ത് ദൈവത്തിന്റെ ജനത്തിൽ അങ്ങനെ ഒരു കാര്യം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഭൂമിയിൽ ഒന്നുകൂടെ നല്ലൊരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൂടാതെ താഴേക്ക് വരുമ്പോൾ സിയോൻ പർവ്വതത്തെ കുറിച്ചുള്ള ഒരു വാക്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹവും കാളയെ പോലെ വൈക്കോൽ തിന്നും, പാമ്പിന്റെ ആഹാരം പൊടിയായിരിക്കും, എന്റെ വിശുദ്ധഗിരിയിൽ ഒരിടത്തും അവ ഉപദ്രവമോ നാശമോ ചെയ്യുകയില്ല എന്നുള്ള വാക്യവും കാണാനായിട്ട് പറ്റും. യെശയ്യാ 33 വായിച്ചാലും സിയോൻ പർവ്വതത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ ദൈവം വസിക്കുന്ന ഉത്തരഗിരിയായ സിയോനെ കുറിച്ചിട്ടുള്ള കുറെ വാക്യങ്ങളാണ്. അവിടെ ആരൊക്കെയാണ് പ്രവേശിക്കുക, അവിടോട്ട് പോകുവാൻ അവസരം കിട്ടുന്നത് ആർക്കാണ്, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ചില വാക്യങ്ങളാണ്. നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ ദർശിക്കും, വിശാലമായ ഒരു ദേശം കാണുമെന്ന് യെശയ്യാ 33:17 പറയുന്നുണ്ട്. യെശയ്യാ 33:20 വായിച്ചാൽ നമ്മളുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക, നിന്റെ കണ്ണ് യെരുശലേമിനെ സ്വൈര്യനിവാസമായും ഒരിക്കലും നീങ്ങിപ്പോകാത്തതും കുറ്റി ഒരു നാളും ഇളകിപ്പോകാത്തതും കയറൊന്നും പൊട്ടിപ്പോകാത്തതുമായ കൂടാരമായും കാണും. ഇതെല്ലാം പുതിയ യെരുശലേമിനെയും അല്ലെങ്കിൽ ഉത്തരഗിരിയായ സിയോനെയും കുറിച്ചുള്ള വാക്യങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ വിശുദ്ധഗിരിയിലും യെരുശലേമിലും മനുഷ്യർ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വാക്യങ്ങളാണ് യെശയ്യാ 33 നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ഇത് യെശയ്യാ 66 ഒരു പാരലലായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന വാക്യങ്ങളാണ്. സ്വർഗത്തിലെ ദേവാലയത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകവും അതോടൊപ്പം തന്നെ യെശയ്യാ 65-66 പറയുന്ന കാര്യങ്ങളുമാണ് ഇനി പറയുന്നത്. ഇതാ നഗരത്തിൽ നിന്നൊരു ശബ്ദ കോലാഹലം, ദേവാലയത്തിൽ നിന്നൊരു സ്വരം, ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്ന കർത്താവിന്റെ സ്വരമാണിത്. ഇത് യെശയ്യാ 66 വാക്യമാണ്. താഴേക്ക് വരുമ്പോൾ ഞാൻ സൃഷ്ടിക്കുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുൻപിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതികളും നാമവും നിലനിൽക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. അമാവാസി മുതൽ അമാവാസി വരെയും ശാബത്ത് മുതൽ ശാബത്ത് വരെയും മർത്യരെല്ലാവരും എന്റെ മുൻപിൽ ആരാധനയ്ക്കായി വരും, കർത്താവ് അരുളി ചെയ്യുന്നു. അതായത് ഇത് മില്ലിനിയൽ കിങ്ഡത്തിൽ നടന്ന കാര്യമാണ്. നമുക്കവിടെ 66:6 കാണാൻ സാധിക്കുന്നത് ദേവാലയത്തിൽ നിന്നൊരു സ്വരം, ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്ന കർത്താവിന്റെ സ്വരമാണിത്. ഇതിന് പാരലായിട്ടുള്ള വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ അനേകം തവണ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ പഴയ ചരിത്രങ്ങൾ വായിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ ചരിത്ര പുസ്തകം നോക്കിയാൽ അന്നത്തെ ലിറ്ററൽ ആയിട്ടുള്ള ഭൂമിയിലെ യെരുശലേം ദേവാലയത്തിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. ഹെൻസ് ലെറ്റസ് ഗോ ഹെൻസ് എന്നുള്ള രീതിയിൽ, ഇവിടെ നിന്ന് പോകാം എന്നുള്ള രീതിയിൽ ഒരു വലിയ ശബ്ദം കേട്ടു എന്നുള്ളതിനെ കുറിച്ച് ഉള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്വർഗത്തിലെ ദേവാലയം തുറന്ന് അതിൽ നിന്ന് ദൈവം സംസാരിക്കുന്നതായിട്ടും അല്ലെങ്കിൽ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. സ്വർഗത്തിലെ ദേവാലയത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഭൂമിയിൽ അന്നുണ്ടായിരുന്ന യെരുശലേം ദേവാലയത്തെക്കുറിച്ചുമുള്ള വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് പറയുകയാണ് ഇനി ചെയ്യുന്നത്. വെളിപ്പാട് 3:12 വായിക്കുമ്പോൾ, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എൻ്റെ ദൈവത്തിന്റെ നാമവും എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എൻ്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും എന്ന് നമുക്ക് കാണാം. കൂടാതെ വെളിപ്പാട് 7:15 നോക്കിക്കഴിഞ്ഞാൽ, അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു, സിംഹാസനത്തിലിരിക്കുന്നവർ അവർക്ക് കൂടാരം ആയിരിക്കും. എന്നാൽ വെളിപ്പാട് 11 നമുക്ക് വായിക്കുമ്പോൾ അത് ഭൂമിയിലെ ദേവാലയമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം അവിടെ പറയുന്നത് അന്നുണ്ടായിരുന്ന ഇല്ലെങ്കിൽ അന്നത്തെ ഭൂമിയിൽ ഉണ്ടായിരുന്ന യെരുശലേമിനെ കുറിച്ചുള്ള വാക്യമാണ്. പിന്നെ ദണ്ഡ് പോലെ ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി, കൽപ്പന ലഭിച്ചത് നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും.
അല്ലെങ്കിൽ അന്നത്തെ യെരുശലേമിനുണ്ടായിരുന്ന ന്യായവിധിയെക്കുറിച്ചൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. കൂടാതെ പത്രോസ് ശ്ലീഹായും തന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യായവിധി ദൈവാലയത്തിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വാക്യവും നമുക്ക് പത്രോസ് ശ്ലീഹയുടെ ലേഖനത്തിൽ നിന്ന് അറിയാനായിട്ട് പറ്റും. കൂടാതെ വെളിപ്പാട് 11:19 വരുമ്പോൾ അവിടെ സ്വർഗത്തിലെ ദേവാലയത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകവും അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. യെശയ്യ 66 വായിച്ചപ്പോൾ നമ്മളൊരു വാക്യം പറഞ്ഞിരുന്നു, അതായത് ദേവാലയത്തിൽ നിന്ന് ദൈവത്തിന്റെ ഒരു സ്വരം കേട്ടു എന്നുള്ളതിനെ കുറിച്ച്. അതായത് ഭൂമിയിൽ ജഡ്ജ്മെന്റ് നടത്തുന്നതിനെ കുറിച്ചുള്ള ഒരു സ്വരമാണ് അവിടെ കേൾക്കുന്നത് എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാം. അതിന്റെ പാരലായിട്ടുള്ള വാക്യങ്ങൾ വെളിപ്പാട് 14, 15, 16 കാണാനായിട്ട് പറ്റും. മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. വെളിപ്പാട് 14:17 മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരിക്കുന്നു. വെളിപ്പാട് 15:5 വായിച്ചാൽ, ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദേവാലയം തുറന്നു, ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രം ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിവോളം ദേവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ഇവിടെയൊക്കെയും സ്വർഗത്തിലെ ദേവാലയത്തിനെയാണ് റെഫർ ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. 7 മുദ്രകളാണ് വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. അതിൽ 7ാമത്തെ മുദ്ര 7 കാഹളവും 7ാമത്തെ കാഹളം 7 ക്രോധ കലശവുമാണ്. 7ാമത്തെ ക്രോധ കലശം ഭൂമിയിൽ അല്ലെങ്കിൽ ആകാശത്തിൽ ഒഴിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അതുവരെ പ്രവാചകന്മാരോട് അരുളി ചെയ്തിരുന്ന, അല്ലെങ്കിൽ കിങ്ഡം തുടങ്ങുന്നതിന് മുമ്പും അല്ലെങ്കിൽ ദൈവത്തിന്റെ ദിവസം, യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം, 1000 വർഷം തുടങ്ങുന്നതിന് മുമ്പ് അരുളി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ നിവർത്തിയാകുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് 17ാമത്തെ വാക്യത്തിൽ കാണാൻ പറ്റുന്നത്, 7ാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു, അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. നമുക്കിതിന് പാരലായിട്ടൊരു വാക്യം വെളിപ്പാട് 10 കാണാനായിട്ട് പറ്റും. അതായത് ഇനി കാലം ഉണ്ടാവുകയില്ല എന്നുള്ളത്. അത് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് യോഹന്നാന്റെയൊക്കെ മറ്റു ലേഖനം വായിച്ചാൽ ഇത് അന്ത്യനാഴികയാവുന്നു എന്നുള്ളൊരു വാക്യം ഉണ്ടായിരുന്നു. അതായത് ആ ഒരു യുഗത്തിനകത്തുള്ള അവസാനത്തെ നാഴിക, അല്ലെങ്കിൽ അതിന്റെ കാലം തീർന്നു, ഇനി അടുത്ത യുഗം അല്ലെങ്കിൽ കിങ്ഡം എന്ന് പറയുന്ന മില്ലിനിയൽ കിങ്ഡത്തിന്റെ യുഗമാണെന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. മില്ലിനിയൽ കിങ്ഡത്തിന് ശേഷം ലിറ്റിൽ സീസൺ ഓഫ് സാത്താൻ 27 വെളിപ്പാട് പറയുന്നുണ്ട്. അതിനുശേഷമുള്ള എറ്റേണിറ്റി, ജഡ്ജ്മെന്റിന് ശേഷമാണ് എറ്റേണിറ്റി എന്നുള്ളതും നമുക്കറിയാം. അപ്പം വെളിപ്പാട് 21 നോക്കിക്കഴിഞ്ഞാൽ ആ എറ്റേണിറ്റിയിലാണ് ന്യൂ യെരുശലേം, പുതിയ യെരുശലേം എന്ന് പറയുന്ന വിശുദ്ധ നഗരം ഭൂമിയിലേക്ക് വരുന്നതിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നത്. വെളിപ്പാട് 21 വായിച്ചാൽ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1ാമത്തെ ആകാശവും 1ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. ഇവിടെ നമുക്ക് കർത്താവ് അല്ലെങ്കിൽ ദൈവം മനുഷ്യരോടുകൂടി ഭൂമിയിൽ വസിക്കുന്നത്, അല്ലെങ്കിൽ നിത്യമായി വസിക്കുന്നതിനെ കുറിച്ച് ഉള്ള വാക്യമാണ്. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല, ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു, എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. അതായത് ഇത് വെളിപ്പാട് പുസ്തകത്തിൽ എറ്റേണൽ ആയിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്ന ഒരു പാർട്ടിനെ കുറിച്ചാണ് വെളിപ്പാട് 21-22 പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ വായിക്കുക, ദൈവത്തിൽ നിന്ന് അറിവിനായിട്ട് പ്രാർത്ഥിക്കുക. ഇതെല്ലാം ദൈവം തന്നിരിക്കുന്ന വചനങ്ങൾ വെച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. തീർച്ചയായിട്ടും കൂടുതലായിട്ട് നമ്മൾ വേദോസ്തം വായിക്കുക, വിശ്വാസത്തിൽ വളരുക.